ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ട്രൂ എക്സ്പീരിയൻസ് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ഡൈ പ്രോജക്റ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഓയിൽ ക്യാൻ, അതായത് 220 ലിറ്റർ കൊള്ളുന്ന ഓയിൽ ക്യാൻ ഉപയോഗിച്ചിട്ട് 8 ഇഞ്ച് സബ്ബൂഫർ വെച്ചിട്ട് വീട് കൊടുക്കുന്ന ഒരു സബ്ബാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നേരെ വീഡിയോസിലേക്ക് പോകാം. സബ്വൂഫർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കേസിന് വേണ്ടിയിട്ട് നമ്മുടെ 220 ലിറ്റർ കൊള്ളുന്ന ഒരു ഓയിൽ ക്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള 8 ഇഞ്ച് സബ് നമ്മൾ 19 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഇതിൽ ഹോള് കട്ട് ചെയ്യാനുള്ളുണ്ട്, ഡ്രമ്മിൻ്റെ ഇത് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഈ ഡയഫ്രം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എയർ അങ്ങോട്ടും ഇങ്ങോട്ടും തിങ്ങൊന്ന് ഉള്ളിലോട്ട് വലിക്കുന്ന സമയത്ത് അത് വലിക്കാനും തള്ളാനും വേണ്ടി എക്സോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു പൈപ്പും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഈ സ്പീക്കറിൻ്റെ ഇത് നമുക്ക് ഡ്രമ്മിലേക്ക് ഹോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു അളവ് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അടിഭാഗത്ത് സ്ക്രൂ വരുന്ന ഭാഗം, പരന്ന ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും നമുക്ക് നേരെ ഉള്ളോട്ട് കയറണം, എന്നാലേ നമുക്ക് സ്ക്രൂ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രിക്ക് എടുക്കാം. നമുക്ക് ഈ കാണുന്ന ഒരു ഹോൾസിൽ ഈ ഹോളും അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഹോള് നമ്മൾ ഒരു വയറോ എന്തെങ്കിലും പൈപ്പോ എന്തെങ്കിലും ഒരു അളവ് പിടിച്ചിട്ട് നമ്മൾ ആ അളവിനെ നമ്മൾ ഫുള്ളെടുത്തതിൻ്റെ പകുതി നമ്മൾ അളവെടുത്തതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു സ്കെയിലിൽ നമ്മുടെ ബോക്സിൽ വരുന്ന നമ്മുടെ കോമ്പസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫുൾ അളവ് എത്രയാണോ അതിൻ്റെ പകുതി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതുപോലെ മടക്കി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നമ്മുടെ ഈ കോമ്പസ് ഉപയോഗിച്ചിട്ട് ആ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഡ്രമ്മിൽ കറക്റ്റ് എവിടെയാണ് വേണ്ടത് വെച്ചാൽ സെൻറ്ററിലാണെങ്കിൽ ആ സെൻറ്ററിൽ നമ്മൾ കുത്തിയിട്ട് അത് മാർക്ക് ചെയ്യും. ഇപ്പോൾ ഈ മാർക്ക് ഇതുപോലെ നമുക്ക് കറക്റ്റും റൗണ്ടായി കഴിഞ്ഞാൽ അതേപോലെ നമുക്കൊരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ എയറിൻ്റെ ഒരു പൈപ്പും അവിടെ വരുന്നുണ്ട്. എയറിൻ്റെ പൈപ്പ് നമ്മൾ എവിടെ ഒഴിവ് വെച്ചാൽ കറക്റ്റ് ഈ ഹോൾസ് ആയാലും മതിയായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു പൈപ്പിന് കട്ട് ചെയ്യാൻ ഉറപ്പുള്ളത് കൊണ്ട് ഈ ഒരു ഇത് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ അടിഭാഗത്ത് ഈ പരപ്പുള്ള ഭാഗം കാണാം. നമുക്ക് ആ ഒരു പരപ്പുള്ള ഭാഗം കറക്റ്റ് ഉള്ളിൽ തട്ടി നിൽക്കുന്ന വിധത്തിൽ അതിൻ്റെ ഒരു അളവ് നമുക്ക് എടുക്കണം. നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം അതും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രില്ലോ അല്ലെങ്കിൽ ഡ്രില്ലിൻ്റെ ഹോൾ കട്ടറോ അല്ലെങ്കിൽ കട്ടർ ഉപയോഗിച്ചോ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചെറിയൊരു ഡ്രില്ലുണ്ട്. ഡ്രില്ലിൻ്റെ മുകളിൽ നിന്ന് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു ഡ്രില്ലും ചെറിയ സോ ബ്ലേഡും വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സോൾഡർ ക്യാൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കട്ടർ ഉപയോഗിച്ചോ എന്ത് വേണമെങ്കിലും കട്ട് ചെയ്യാം. അതുപോലെ റൗണ്ടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ 2 ഹോള് നമ്മൾ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പൈപ്പ് നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എയറിൻ്റെ കറക്റ്റ് ടൈറ്റ് ആണെങ്കിൽ പിന്നെ ഗ്ലൂ ഗണ്ണിന് ആവശ്യമില്ലെങ്കിലും എയറിൻ്റെ ദമ്മടിക്കുന്ന സമയത്ത് ഇത് പൊന്തി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പശയൊക്കെ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ നമ്മൾ സ്ക്രൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു സ്ക്രൂ ഒന്നുമില്ല, കറക്റ്റ് പ്രസ്സിങ് മാത്രമാണ്. അതുകൊണ്ടാണ് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആ പൈപ്പ് ഉറപ്പിച്ച പോലെ തന്നെ നമ്മൾ നമ്മുടെ സബ്വൂഫറോട് ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി ജിപ്സം സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. ജിപ്സം സ്ക്രൂ യൂസ് ചെയ്താണ് നമ്മൾ അതിൽ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലും ഒരു പശ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് അത്രയും എയർ ദമ്മ് ടൈറ്റ് ആയിരിക്കും, നല്ല വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ സ്ക്രൂ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സബ്വൂഫർ എയറിൻ്റെ പൈപ്പൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ സപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ കാറിൻ്റെ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. സബിൻ്റെ ആംപ്ലിഫയർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പ്ലസും മൈനസും കൊടുത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് സബ്ബും അതിൻ്റെ ഓക്സായിട്ട് നമ്മൾ ഫോണിന് കൊടുക്കാനുള്ള വിധത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്ന സ്പീക്കറിലേക്ക് സബ്വൂഫറിലേക്ക് കൊടുക്കാനുള്ള പ്ലസും മൈനസും കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ പ്ലസും മൈനസും കറക്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സബിൻ്റെ മുകളിൽ നിന്ന് വരുന്ന പ്ലസും മൈനസും നമ്മൾ മാറാതെ കൊടുക്കണം. ആ സമയത്ത് മാത്രമേ നമുക്ക് കറക്റ്റ് ഇൻപുട്ട് കിട്ടുള്ളൂ, നല്ല വർക്കിംഗ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലസും മൈനസും മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു നമ്മുടെ ഇതിൻ്റെ ഡയഫ്രത്തിൻ്റെ വർക്കിംഗ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഫ്രണ്ടിൽ മേലോട്ടും താഴോട്ടും അടിക്കാനുള്ള പവറിൽ കറക്റ്റാണ് പോലെ ആ ഒരു പ്ലസും മൈനസും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് പ്ലസും മൈനസും മാറാതെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ ഒന്ന് ഓൾ ഓപ്ഷൻ ആക്കി വെക്കും. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.